കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി സംസാരിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പാർട്ട് 1 കാണാനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇത് പോസ് ചെയ്തിട്ട് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരാം. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്, അതിൻ്റെ അഡ്വാൻറ്റേജും അത് ഡെവലപ്പ് ചെയ്താലുള്ള അഡ്വാൻറ്റേജും അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഡിസഡ്വാൻറ്റേജസുമാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. അത് വെറുതെ എടുത്ത് അവിടെ നിന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിർത്തിയിട്ടാണ് ഞാൻ എന്താക്കിയിട്ടുള്ളത് ആ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് മക്കളെ. വേറെ ഒന്നുമല്ല, ഹൗ ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതാണ് ഇത് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത്. സോ വെൽക്കം ടു പാപ്പ വിത്ത് എൻഎസ്. ഹൗ ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 5 ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. 5 എഫക്റ്റീവായിട്ടുള്ള, വെറുതെ പല കാര്യങ്ങളല്ല, നിങ്ങൾക്ക് ആ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷനിൽ ഒരു സ്കില്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുള്ള 5 കാര്യങ്ങൾ. 1, 2, 3, 4, 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നുമല്ല, ബി എ ഗുഡ് ലിസണർ. നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. അതായത് പല ആൾക്കാരും ഇന്ന് ഞാൻ കണ്ടെടുത്തോളം മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഓൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് തിരിച്ച് അഭിപ്രായം പറയണം. അതിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും എന്താക്കുന്നത്, ലിസൺ ചെയ്യുന്നത് തന്നെ. ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കേൾക്കാൻ തുടങ്ങുക. മറ്റുള്ള ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കാൻ തുടങ്ങാം, ലിസൺ ചെയ്യാൻ തുടങ്ങാം. അതായത് നിങ്ങൾ ഏതൊരു ചെറിയ ആളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സിന് പോയാലും, അല്ലെങ്കിൽ എന്ത് ടോക്കിന് പോയാലും, എന്തിന് പോകുകയാണെന്നുണ്ടെങ്കിലും അവരെങ്ങനെയാണ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ എന്താക്കാൻ നോക്കി മനസ്സിലാക്കുക. പണ്ട് എനിക്ക് ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എല്ലാ ആൾക്കാരെക്കാൾ അല്ലെങ്കിൽ ഒരു പറയുന്നതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്ക്. പക്ഷേ കുറച്ച് നമുക്ക് മനസ്സിലാവുക അത് എത്രത്തോളം നമ്മളെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് പറഞ്ഞതെന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാണ്ടിരിക്കാൻ ഞാൻ ആദ്യം നിങ്ങളോട് പറയുകയാണ്, ആരെന്ത് പറഞ്ഞാലും കേട്ടിരിക്കുക. ഓക്കെ, അത് കേൾക്കാനുള്ളൊരു മനസ്സെന്താക്കുക ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടി സ്കില്ല്. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ വേണ്ടിയിട്ട്. കാരണം അത് നിങ്ങളെക്കാൾ എത്ര വലിയ ആളായിക്കോട്ടെ, നിങ്ങളെക്കാൾ എത്ര ചെറിയ ആളായിക്കോട്ടെ, പ്രായത്തിലും നോളജും സ്കില്ലും എന്തിലോ നിങ്ങളെക്കാൾ വലുതോ ചെറുതോ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അവർ പറയുന്നത് കേട്ടിരിക്കുക. ചിലപ്പോൾ അവർ 100 കാര്യം പറഞ്ഞാൽ 99 തെറ്റായിരിക്കും, 99 തെറ്റായിരിക്കും, കുഴപ്പമില്ല. ആ 1ാമത്തെ കാര്യം അല്ലെങ്കിൽ ആ 100ാമത്തെ കാര്യം ചിലപ്പോൾ എന്തായിരിക്കും, നല്ലതായിരിക്കും. അത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ബെനിഫിറ്റുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ സമയമുണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് കേട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ട ഒരു കാര്യം. ഇതാണ് നിങ്ങൾ എന്താക്കേണ്ടത്, ആദ്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ബിൽഡ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയുന്നത് നിങ്ങൾ മിററിൽ നോക്കിയിട്ട് അങ്ങനെ ഒച്ചിട്ട് സംസാരിക്കുക, അങ്ങനെ ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒന്നും വരില്ല, അതൊക്കെ വെറുതെ ഒരു ഉണ്ടാക്കിയെടുത്തൊരു മിത്താണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അത് നിങ്ങളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെയാണ് സംഭവം. പക്ഷേ അതിനേക്കാൾ എഫക്റ്റീവായിട്ട്, അതിനേക്കാൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു സ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അത് വേറെ ഒന്നുമല്ല. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു സ്പെസിഫിക് ടോപ്പിക് എടുക്കുക. എന്ത് ടോപ്പിക്കും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ടോപ്പിക്ക്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഗെയിം PUBG, അല്ലെങ്കിൽ മേക്കപ്പ്, മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന എന്ത് കണ്ടന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പെന്നിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും കുഴപ്പമില്ല. ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് 1 മിനിറ്റ് എന്താക്കുക, സംസാരിക്കുക. Day 1 ഇത് നിങ്ങൾ മൊത്തം 21 ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസ് എത്രത്തോളം ബിൽഡായി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒറ്റ കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 1 ദിവസം മുതൽ 21ാം ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നിങ്ങൾ ഫേസ് ടു ഫേസ് നിങ്ങളെ ക്യാമറയിൽ നോക്കി നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ Day 1 വീഡിയോ എടുത്ത് നോക്കുക, Day 21 വീഡിയോ എടുത്ത് നോക്കുക. ആ കോൺഫിഡൻസ്, നിങ്ങൾ സംസാരിക്കുന്നതിലുള്ള കോൺഫിഡൻസ് വന്നിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ വേണം നിങ്ങൾ എന്താക്കുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ സംസാരിച്ചിട്ടല്ല. ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ക്യാമറ നോക്കിയിട്ട് സംസാരിച്ച് തുടങ്ങും. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ,
കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, കണ്ടിന്യൂസ് ലേണിംഗ്. നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പഠിപ്പ് നിർത്തരുത്. പഠിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുറേ ക്ലാസ്സസ് കാണാമെന്നല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിങ്ങനെ ഡെയിലി അതിനെപ്പറ്റി ഇങ്ങനെ പഠിക്കാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിനെ പറ്റിയിട്ട് എവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടിയാലും അതെന്താക്കുക, നിങ്ങൾ അറിഞ്ഞു വെക്കാം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംസാരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നാളെ എന്തെങ്കിലും ഒരു സംസാരിക്കാനൊരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താക്കുക, തലേന്ന് നിങ്ങൾ അതിൻ്റെ ആ കണ്ടൻറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കുക. കാരണം പല ആൾക്കാർക്കും സംസാരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള ആ ഒരു കണ്ടൻറ്റ് അറിയാനുണ്ടാവില്ല. നേരെ മറിച്ച് നാളെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരാം. ഇപ്പോൾ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയേക്കാം. അങ്ങനെയാണെന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ എനിക്ക് കണ്ടൻറ്റ് അറിയാത്തതിനെ കൊണ്ട് ആ സിറ്റുവേഷൻ എന്തായി പോരുത്, മിസ്സായി പോരുത്. അപ്പോൾ അതുകൊണ്ട് എന്താക്കുക, തലേന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് എന്താക്കുക, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ ആ ഒരു ജേണിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസിലൊക്കെ സംസാരിക്കാൻ പറ്റിയ പല കാര്യങ്ങളും എന്താക്കുക, ലേൺ ചെയ്ത് വെക്കുക. മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സെഷൻസിന് പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഒക്കെ അവർ പഠിപ്പിച്ചു തരും. അതൊക്കെ എന്താക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അപ്പോൾ ഞാൻ സംസാരിക്കും, ജസ്റ്റ് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നോക്കിയോ, ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാം. ഇതിന് പകരം എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാം, ആ രണ്ട് ചേഞ്ചസ് മനസ്സിലായോ. ഞാൻ എങ്ങനെ വെച്ച് പറഞ്ഞതും ഇങ്ങനെ കൈ ആക്ഷൻസ് കാണിച്ചുള്ള ചേഞ്ചസ് മനസ്സിലായില്ലേ. അതാണ് എന്ത് പറയുന്നത്, നമ്മളെ ഈ ഹാൻഡ് ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താക്കാം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മക്കളെ, നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് പ്രാക്ടീസ്. നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് കുറേ നമ്മൾ സെൽഫായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നോക്കി ഇതൊക്കെ ചെയ്താൽ പോലും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നമ്മളെ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കോഴ്സ് നമ്മൾ എന്താക്കണം, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു സംഭവം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താലും നമ്മളതിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റുള്ളൂ. കാരണം കുറേ സംസാരിക്കുന്നതിനെ പറ്റി അറിവുണ്ടാക്കി, കുറേ എങ്ങനെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള അറിവുണ്ടാക്കി, നോളജ് ഉണ്ടാക്കി, സ്കില്ലൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ നിങ്ങൾ അടിപൊളിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എത്ര ചെറിയ ഓപ്പർച്യൂണിറ്റി ആയാലും അല്ലെങ്കിൽ എത്ര ചെറിയ ആൾക്കാരാണെങ്കിൽ പോലും, ചെറിയൊരു കൂട്ടം ആൾക്കാരാണെങ്കിൽ പോലും അവസരങ്ങൾ കിട്ടിയോ ചാടി കയറി സംസാരിച്ചോളാം. അത് പൊട്ടത്തരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങൾ തപ്പി പിടിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റും, എന്തോ ആയിക്കോട്ടെ മക്കളെ, കുഴപ്പമില്ല. അത് നിങ്ങൾ എന്താക്കാം, പ്രാക്ടീസ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞത് ഒരു സ്കില്ലാണ്. ഇപ്പോൾ നീന്തം പഠിക്കുക അല്ലെങ്കിൽ പാട്ട് പഠിക്കുക, ഇതൊക്കെ പോലെ തന്നെ ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, സംസാരിക്കുക എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ മിണ്ടാണ്ട് നിന്നിട്ടും അല്ലെങ്കിൽ പല സിറ്റുവേഷനിൽ ഒതുങ്ങി കൂടി നിന്നിട്ടും കാര്യമില്ല. സംസാരിക്കാൻ അവസരം കിട്ടിയാൽ കയറി സംസാരിച്ചോളാം. അങ്ങനെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചെറിയ ടെക്നിക്കുകളാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എന്ത് മക്കളെ, നാലാമത്തെ കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സീക്ക് ഫീഡ്ബാക്സ്. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാലും നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് എന്താക്കുക, ജസ്റ്റ് പോയിട്ട് അതിൻ്റെ സജഷൻസ് ചോദിക്കാം. ഞാൻ സംസാരിച്ച് ഓക്കെ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ, അങ്ങനെ എന്താക്കുക, കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട്. ഞാൻ ചില ആൾക്കാർ കളിയാക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്കറിയാലോ, നിങ്ങളെ ചുറ്റുള്ള ആൾക്കാർ നിങ്ങൾക്കറിയാലോ ആരായിരിക്കും ജെന്യൂനായിട്ട് പറയുക, ആരായിരിക്കും വെറുതെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറയുക, ആരായിരിക്കും നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയുക, ചിലപ്പം ഇല്ലാഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരുണ്ടാവും. അവരൊക്കെ മാറ്റി നിർത്തി ജെന്യൂനായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്ന ഒരാളോട് എന്താക്കുക, പോയിട്ട് ഫീഡ്ബാക്കുകൾ എടുക്കുക. ഞാൻ സംസാരിച്ചത് ഓക്കെ ആയിനോടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അങ്ങനെയുള്ള കറക്റ്റ് എന്താക്കുക, ഫീഡ്ബാക്ക്സ് എടുക്കുക. അപ്പോൾ ഞാൻ ഇനീഷ്യലി ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് +1 +2 ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തൊരു സംഭവം, എൻ്റെ ഓരോ ക്ലാസ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ ഒരു 1-2 ക്ലാസ് കഴിഞ്ഞ് ഞാൻ വേഗം റിവ്യൂ എടുപ്പിക്കും. റിവ്യൂ എടുക്കുന്നത് പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഡെയിലി ക്ലാസ്സിൽ റിവ്യൂ എടുപ്പിക്കുന്നത്. അത് റിവ്യൂ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾക്കാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മിസ്റ്റേക്സ് എനിക്കതിൽ കറക്റ്റ് മനസ്സിലാവും. ഞാൻ വെറുതെ പല സമയത്ത് പല ആൾക്കാർ റിവ്യൂ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് റിവ്യൂ എഴുതിക്കുന്നതിന് പകരം ഞാൻ അങ്ങനെ ചെയ്യുക വെച്ചാൽ എൻ്റെ പ്രോസും കോൺസും എഴുതാൻ പറയും. NS സാറിൻ്റെ അല്ലെങ്കിൽ നിഷാൽ സാറിൻ്റെ ക്ലാസ്സിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എഴുതാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് എന്താണോ നെഗറ്റീവ് ഫീൽ ചെയ്തത് അത് എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് എഴുതാൻ പറയും. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തൊരു സംഭവം എഴുതും. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇത് കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്ക്, എന്തൊക്കെയാണ് എൻ്റെ പോസിറ്റീവ് എന്നുള്ളത്. ഇതിൽ 2 ബെനിഫിറ്റ് ഉണ്ട്. എൻ്റെ മിസ്റ്റേക്സ് എനിക്ക് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കി തിരുത്താനും പറ്റും. എൻ്റെ പോസിറ്റീവ് അവർ എഴുതുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമ്മൾ എപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്.
ഈ ഒരു 5 എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താക്കുക, ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. വേറെ കുറേ കാര്യങ്ങളുണ്ടാവും, ഒന്നും നോക്കണ്ട. നമ്മൾ സിമ്പിളായിട്ടുള്ള 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 5 കാര്യങ്ങൾ എന്താക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ എന്താ, ബി എ ഗുഡ് ലിസണർ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ബിൽഡ് കോൺഫിഡൻസ്. മൂന്നാമത്തെ എന്താ പറഞ്ഞത്, കണ്ടിന്യൂസ് ലേണിംഗ്. നാലാമത്തെ എന്താ, പ്രാക്ടീസ്. അഞ്ചാമത്തെ എന്താ, സീക്ക് ഫീഡ്ബാക്സ്. ഈ ഒരു 5 കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഒരു 1 മന്ത് ചെയ്ത് നോക്കുക. ചേഞ്ച് നിങ്ങൾ എന്തായാലും അറിയും. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 1 to 21 ഡേയ്സ് എന്തെങ്കിലും ഒരു ടോപ്പിക്കിന് വേണ്ടി സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എന്താക്കുമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.